ജേങ്കോബ്, ഉം, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ഉം, ചോദിക്ക്. ജേങ്കോബിന് എപ്പോഴെങ്കിലും എന്നെ വിട്ടു പോവാൻ ഒരു സാഹചര്യം വരുവാണെങ്കിൽ ജേങ്കോബ് എന്താ എടുക്കുക? ഞാൻ എന്താ എടുക്ക? ഞാൻ വിട്ടുകൊടുക്കില്ല. ഉറപ്പാണ്? ഓ, ഓ, ഈ സമയത്ത് ഇപ്പൊ നോക്ക്, ചെല്ല്. തയ്യ അങ്ങനെ കഥക് തുറക്കുന്നു. ഹാ, അപ്പ അമ്മ, നിങ്ങളോ? എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ എത്തിയേ? ഓ, സ്വന്തം മകന്റെ വീട്ടിൽ വന്നാൽ ഇപ്പൊ മുന്നറിയിപ്പൊക്കെ വേണമല്ലോ. എന്താ അമ്മ ഇങ്ങനെ സംസാരിക്കുന്നേ? ജേങ്കോക്കില്ലേ? ആ ഉണ്ട്, നിങ്ങൾ അകത്ത് കയറ്. ജേങ്കോക്ക്, ജേങ്കോക്ക്, അവിടെ പപ്പ അമ്മ വന്നിരിക്കുന്നു. ആഹാ, നിങ്ങളെന്താ അമ്മ അച്ഛാ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? ജേങ്കോക്ക്, വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെ എളുപ്പം വന്നത്. നീ നല്ലപോലെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എൻ്റെ അടുത്ത് വന്നിരിക്കും. എന്താണ് ഇത്ര അത്യാവശ്യമായിട്ടുള്ള കാര്യം? ജേങ്കോക്ക് ഡിവോഴ്സ് ചെയ്യണം. എന്ത്? അതെ, എത്രയും വേഗം ജേങ്കോക്ക് ഡിവോഴ്സ് ചെയ്യണം. അമ്മയ്ക്ക് ഇത് ഭ്രാന്തങ്ങനായോ? അമ്മയ്ക്ക് അതിൽ അമ്മയെടുത്ത് വെച്ചിട്ട് സംഭവം ചോദിച്ചിട്ട് തന്നെയല്ലേ അവളെ കെട്ടിയേ? അത് ജേങ്കോക്ക്, അത് ആ സമയത്ത് നിന്റെ ഭാഗത്ത് ന്യായമായിട്ട് എനിക്ക് തോന്നി. പക്ഷെ ഇപ്പോൾ എനിക്കൊരു ന്യായം തോന്നില്ല. നീ സങ്കടപ്പെടണ്ട. അവളേക്കാൾ നല്ലൊരു പെണ്ണി ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങളുടെ രണ്ടുപേരുടെ മാരേജ് മറ്റന്നാളാണ്. അതുകൊണ്ട് തന്നെ എളുപ്പന്ന് ഇവളെ ഡിവോഴ്സ് ചെയ്യാം. ഞാൻ പേപ്പറും കൊണ്ടാണ് വന്നിരിക്കുന്നത്. നീയും അവളും ഒപ്പിട്ടാൽ ഓക്കെയാണ്. അവൾ കൊണ്ട് അടുക്കളയിൽ ചായയിടുക. നീ അവളുടെ പതിയെ പറഞ്ഞാൽ മതി. എന്തായാലും ലെറ്റർ ഇവിടെ ഉണ്ട്, വക്കീൽ നോട്ടീസ്. മറക്കരുത്, എത്രയും വേഗം ഡിവോഴ്സ് ചെയ്യാം. അല്ലെങ്കിൽ പറയേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. എന്തായാലും ഒരു മരണം ഉറപ്പാണ്. അത് ചിലപ്പം നിൻ്റെ ആവാം, അവളുടെ ആകാം, ചിലപ്പം എൻ്റെയും ആകാം. അതുകൊണ്ട് ഓർക്കണം, നല്ലതുപോലെ ചിന്തിക്ക് ജേങ്കോക്ക്. എനിക്കും അപ്പാക്കും ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ ഒരു അഭിപ്രായം വേണം. എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്ക്. ഒരു കാര്യം മറക്കരുത്, ഒരു മരണം ഉറപ്പാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അയ്യോ ജേങ്കോക്ക്, അവരെന്താ ഒന്നും കുടിക്കാതെ പോയേ? ജേങ്കോക്ക് ഒന്നും പറയാതെ റൂമിലേക്ക് പോകുന്നു. ജേങ്കോക്ക്, ഇതെന്ത് പറ്റി ജേങ്കോക്കിന്? അവരെന്തെങ്കിലും പറഞ്ഞോ? ഇവിടെ വന്നിരിക്കും. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് ഡിവോഴ്സ് ആവാം തയ്യാ. വക്കീൽ നോട്ടീസ് ഞാനിതിൽ ഒപ്പിട്ടിട്ടുണ്ട്. നിന്റെയും ഒപ്പിട്ടാ കൊള്ളാം. ഞാൻ കാലുപിടിച്ച് അപേക്ഷിക്കാം, ഒപ്പിടണം നീ. അതെ, ഞാൻ ആലോചിച്ച് തന്നെയാണ് പറയുന്നത്. ഒപ്പിടുതയാ. അതാണ് ആവശ്യം, ഞാൻ തരാം. അങ്ങനെ ആ ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്യുന്നു. നീ വിഷമിക്കാതെ. എന്തായാലും അവന്റെ കല്യാണമല്ലേ നാളെ. നീ പോകുന്നുണ്ടോ?
എനിക്ക് കാണണം, എനിക്ക് കാണണം. തേയാ നീ കൂളായിട്ടിരിക്കുക. ചിലപ്പോ നീ അവനെക്കാട്ടി നല്ലൊരാളെ ഡിസേർവ് ചെയ്തിട്ടുണ്ടെങ്കിലോ. എനിക്ക് കുഴപ്പമില്ല. ഇതൊക്കെ പോട്ടെ, നീയും യോണെ ഇപ്പൊ എന്തായി? കല്യാണം ഒന്നുമില്ലേ പ്രേമം? എടി ഞങ്ങള് 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 ബ്രേക്കപ്പ് ആയി. ബ്രേക്കപ്പ് ആയതോ? നീ എന്തൊക്കെ പറയണേ? 2 വർഷമൊന്നും അല്ലല്ലോ, 5 വർഷങ്ങളായി റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട്. പെട്ടെന്ന് സുപ്രഭാതത്തിൽ ബ്രേക്കപ്പും എന്തൊക്കെ പറയണേ? ആടി അവളുടെ വീട്ടില് നിന്നെപ്പോലെ തന്നെ ആടി അവളുടെ വീട്ടിലും കല്യാണം ഉറപ്പിച്ചാണ്. അവൾക്കെതിരെ ഒന്നും പറയാൻ പറ്റാത്തോണ്ട് അവൾ സമ്മതിച്ചു. ആ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ എനിക്ക് നിന്നെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് അറിയില്ലെന്ന്. നമ്മുടെ ലൈഫ് മാത്രമല്ല ഇങ്ങനെ ഒരുപാട് കേട്ടതെന്ന് കണ്ടാ ഇങ്ങനെ. നീ എന്തിനടി ഇങ്ങനെ ചിരിക്കുന്നേ? എന്താ എനിക്ക് ചിരിക്കാൻ കൂടി കഴിയില്ലേ? കണ്ണീർ ഫുള്ള് കണ്ണീര്. ചുണ്ടീന്ന് ചിരി മാറിയോ? അതും ഇല്ല. അതാടാ ജീവിതം, ഒരു മുഖം മൂടിയാണ് ജീവിതം. നിങ്ങൾ വന്നോ? കൊണ്ടേ അതായിരുന്നു ഈ കെട്ടാൻ പോകുന്ന ചെറുക്കൻ്റെ ആദ്യത്തെ ഭാര്യ. അവർ രണ്ടുപേരും എന്തോ ലൈക്ക് എന്തോ ഒളിച്ചോടിപ്പോയി കെട്ടിന്നൊക്കെയാ പറയുന്നേ നാട്ടുകാര്. എനിക്കറിയില്ല. എന്നാലും ആ പെണ്ണിനെക്കാട്ടി കൊള്ളാം ആ ചെറുക്കനല്ലേ. ആ ചെറുക്കൻ്റെ വീട്ടുകാർക്ക് ബന്ധം ശരിയായില്ലെന്ന്. കൂൾ കൂൾ കൂൾ. അവര് ചുമ്മാ പറയുന്നതായിരിക്കും. എനിക്ക് കുഴപ്പമൊന്നുമില്ല. വാ നമുക്കെന്നാ ഹാളിലേക്ക് പോവാം. വെറുതെ ഇവിടെ നിന്ന് വാ. സോ എ ഗ്രേറ്റ് അനൗൺസ്മെന്റ്. ഇവിടെ നമ്മുടെ സ്വന്തം ജിൻ ജങ്കുക്കും നമ്മുടെ മിസ്സസ് ജിൻ ജങ്കുക്കും കൂടി മാരേജ് ഫംഗ്ഷൻ ആണ്. സോ എല്ലാവരും റെഡിയല്ലേ? എടി പെണ്ണാരാ? അതെനിക്കറിയില്ല, എന്നാണെന്ന് എനിക്കറിയില്ല. So here we go, the groom, Mr. Jin Jungkook. And here we go, our bride, Mrs. Min Yuna. യൂനയോ? ജങ്കുക്ക് യൂണേനെ ജീവിതകാലം മുഴുവൻ ഭാര്യയായിട്ട് സ്വീകരിക്കാൻ തയ്യാറാണോ? അവൻ മറുപടി പറയുന്നതിന് മുമ്പ് തേയെ ഒന്ന് നോക്കുന്നു. അവളുടെ കണ്ണീർ നിറഞ്ഞ കണ്ണുകൾ അവന്റെ കണ്ണുകളുമായി കൂട്ടിമുട്ടി. ശേഷം ആ പള്ളി അച്ഛൻ ഒന്നോട് ചോദിക്കുന്നു, ജങ്കുക്ക് യൂണേനെ ജീവിതകാലം മൊത്തം ഭാര്യയായി സ്വീകരിക്കാൻ ജങ്കുക്കിന് തയ്യാറാണോ? അതെ, തയ്യാറാണ്. മിൻ യുന ജങ്കുക്കിനെ ജീവിതകാലം മൊത്തം ഭർത്താവായിട്ട് സ്വീകരിക്കാൻ യൂണയ്ക്ക് സമ്മതമാണോ? സമ്മതമാണ്. ഇനി നിങ്ങൾക്ക് രണ്ടുപേർക്കും കിസ് ചെയ്യാം. പക്ഷേ അവർ തമ്മിൽ കിസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ തേ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. തേയുടെ പിറകെ ജിമിനും പോകുന്നു. നീ എങ്ങോട്ടേ പോന്നെ? പെട്ടെന്ന് തേയ ജിമിനെ മുറുകെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് പറ്റുന്നില്ല. പോട്ടെ, ഒന്നും പറയണ്ട, കുഴപ്പമില്ല. വിധിയെന്ന് ഓർക്ക്. വിധിനെ തടുക്കാൻ ആർക്കും ആവില്ല.
അവൻ നിന്റേതാണെങ്കിൽ അവൻ തിരിച്ചെത്തും ദയാ.